സോ നമ്മൾ ഈ ലെക്ചറിൻ്റെ 7th മോഡ്യൂൾ ലെക്ചറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾ ബാക്കിയൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ എക്സസൈസ് നിർബന്ധമായിട്ടും സ്വന്തമായിട്ട് ചെയ്യണം, എല്ലാ എക്സസൈസിനും പോലെ. അപ്പോൾ എല്ലാ എക്സസൈസും ഇപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ, അപ്പോൾ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബുക്കിൽ എഴുതിയിടുകയോ എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കമ്പ്യൂട്ടറിൽ ചെയ്ത് നോക്കാതെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം പിന്നെ ഡിക്ഷണറി ആയിട്ടൊന്ന് പരിചയമാകുന്നുള്ളതാണ്, എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പൊതുവെ ഉപയോഗിക്കാത്തൊരു കാര്യമാണ് എന്നുള്ളത്. സ്ട്രിങ്ങിലും അത് ഞാൻ കുറച്ച് വളരെ ഇതായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു ഡിക്ഷണറി ആയിട്ടുണ്ട്. ഇപ്പോൾ 3 ഇൻ ഇംഗ്ലീഷ് ടു മലയാളം ആ ഡിക്ഷണറിയിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരം ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. കൂടുതൽ ഞാൻ പറയുന്നില്ല. പിന്നെ മെത്തേഡ്സിനെ പറ്റിയിട്ട്, മെത്തേഡ്സ് നമ്മൾ തൊട്ട് മുമ്പിലുള്ള ക്ലാസ്സിൽ കേട്ടു. പല മെത്തേഡ്സും ഉണ്ട്. അതിൽ ചില മെത്തേഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, ക്ലിയർ, ഗെറ്റ്, കീസ്, അങ്ങനെ പലതും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യണം. ഗൂഗിൾ സെർച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് സെർച്ച് ചെയ്യുന്ന അത്രയും പിന്നെ സ്മാർട്ടാവരുത്. നമ്മൾ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അതല്ലാതെ ഇപ്പം നിങ്ങൾക്ക് ഈ മെത്തേഡ്സിനെ പറ്റി വലിയ ഗ്രാഹ്യമില്ല. മെത്തേഡ്സിനെ പറ്റി വലിയ ഗ്രാഹ്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗൂഗിളിൽ മെത്തേഡ്സിൻ്റെ സിൻറ്റാക്സും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കണം. നമ്മൾ എന്നിട്ട് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ കൊച്ചു പ്രോബ്ലംസാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഗൂഗിളിൽ നോക്കി കിട്ടിയാൽ അതിനെക്കൊണ്ട് കാര്യമില്ല. നമ്മൾ വലിയ പ്രോബ്ലം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ മെത്തേഡ്സും സൊല്യൂഷൻസൊക്കെ നമുക്ക് കിട്ടും. അപ്പം ഈ ക്വസ്റ്റ്യൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവസാനം ഗൂഗിൾ എങ്ങനെ സെർച്ച് ചെയ്യാമെന്നും കൂടെ പറയാം. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, അതുകൊണ്ട് അത് ലാസ്റ്റ് വയ്ക്കുന്നത്. അറിയുന്നവർ അത് സ്കിപ്പ് ചെയ്യാം, അവസാനത്തെ പാർട്ട്. അറിയാത്തവർ അത് ഉപയോഗിച്ച് തുടങ്ങിയാൽ വളരെ നല്ലതാണ്. പൈത്തണിന് ഒത്തിരി സപ്പോർട്ട് നമുക്ക് വെബിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഈ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ പൈത്തണുമായിട്ടുള്ള മെഷീൻ ലേണിംഗ് ആയിട്ടുള്ള ജീവിതത്തിൽ കൗണ്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. റൈറ്റ് എ ഫംഗ്ഷൻ വവൽ കൗണ്ടർ. ഇവിടെ ഫംഗ്ഷൻ്റെ ഒരു റിവിഷനും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫംഗ്ഷനും ഡിക്ഷണറി ആയിട്ട് ഉപയോഗിച്ചില്ല. അവിടെ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ഡിക്ഷണറിയുടെ പഠനമായിരുന്നു പ്രാധാന്യം. അതുകൊണ്ട് ഞാൻ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ ഫംഗ്ഷനെ പറ്റി കൂടുതൽ ചിന്തിക്കുകയും ചെയ്തു നോക്കുകയും വേണം. റൈറ്റ് എ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ പേരാണ് വവൽ കൗണ്ടർ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അതെന്താ ചെയ്യേണ്ടത്? ടു കൗണ്ട് ദ നമ്പർ ഓഫ് ഒക്കറൻസസ് ഓഫ് വവൽസ് ഇൻ ദ സ്ട്രിങ് ടെക്സ്റ്റ് 1. അപ്പോൾ നമ്മൾ ഇതിന് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻ്റാണ് ടെക്സ്റ്റ് 1 ആൻഡ് റിട്ടേൺസ് എ ഡിക്ഷണറി. ഈ ഫംഗ്ഷൻ എന്താ ചെയ്യേണ്ടത്? ഈ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യുന്നത് ഡിക്ഷണറി ആയിരിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ അതിൻ്റെ ഒരു സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫംഗ്ഷൻ കോളാണ്, വവൽ കൗണ്ടർ. പാസ് ചെയ്യുന്ന എന്താണ്? ഒരു സ്ട്രിങ് ആണ്, ഗുഡ് മോർണിംഗ്. ഇതെന്ത് തരും? ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഡിക്ഷണറി ആയിരിക്കും. ആ ഡിക്ഷണറിയെ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഗുഡ് മോർണിംഗിൽ എത്ര ഓ ഉണ്ട്? 3 ഓയും 1 ഐയും ഉണ്ട്. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യപ്പെടും. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഗുഡ് മോർണിംഗിൽ നമ്മൾ സ്പെല്ലിങ് തെറ്റിയിട്ടടിച്ചു, ഗുഡ് മോർണിംഗ് എന്ന് കൊടുത്തെന്നിരിക്കട്ടെ. അപ്പോൾ എത്ര ഓ ഉണ്ട്? 4 ഓയും 1 ഐ എന്ന് വരണം. അപ്പോൾ നിങ്ങളിത് പല രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം ഈ ഫംഗ്ഷനെ. പിന്നെ നമുക്ക് ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ ഫംഗ്ഷൻ പല രീതിയിലും അത് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് റൈറ്റ് എ സ്ക്രിപ്റ്റ് ദാറ്റ് വിൽ റീഡ് ആൻ ഇൻപുട്ട് സ്ട്രിങ് ആൻഡ് ഡിസ്പ്ലേ ദ ഔട്ട്പുട്ട് വിത്ത് 1 കീ വാല്യൂ പെയർ ഇൻ 1 ലൈൻ. അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് കൊടുത്ത ഡിക്ഷണറിയിൽ ഇങ്ങനെയല്ലേ വരുന്നത്. ഇവിടെ കീ വാല്യൂ പെയർ എന്നുള്ള വേർഡൊക്കെ നിങ്ങൾക്ക് റിവിഷൻ ആവട്ടെ എന്ന് വിചാരിച്ചാണ്. ഇത് ഓ എന്ന് പറയുന്ന കീ ആണ്, 3 അതിൻ്റെ വാല്യൂ ആണ്, ഐ എന്ന് പറയുന്ന അടുത്ത കീ ആണ്, 1 അതിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ 2 ഐറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ 2 കീ വാല്യൂ പെയർ ഉണ്ട്. അപ്പോൾ എനിക്കെന്താ, ഓരോ കീ വാല്യൂ പെയർ ഒരു ലൈനിലായിട്ട് വരണം. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഡിക്ഷണറിയെ പറ്റിയിട്ടുള്ള ജ്ഞാനവും ഫോർ ലൂപ്പിനെ പറ്റിയൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഒരു ചാലഞ്ച് ആകെ ഇതേ പ്രോബ്ലം ഞാൻ സ്ക്രിപ്റ്റായിട്ട് പഠിപ്പിച്ചാണ്, ഫംഗ്ഷനല്ല. അപ്പോൾ അത് നിങ്ങളൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. ആകെ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ്റെ സിൻറ്റാക്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റണം. പിന്നെയും സെറ്റ് ഓഫ് കൗണ്ടേഴ്സ് തന്നെയാണ്.
ഇവിടത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് എ സ്ക്രിപ്റ്റ് ടു റീഡ് എ സ്ട്രിങ് ആൻഡ് കൗണ്ട് ദ നമ്പർ ഓഫ് ഒക്കറൻസസ് ഓഫ് ഓൾ ആൽഫബറ്റ്സ് പ്രസൻറ്റ് ഇൻ ദി സ്ട്രിങ്. നേരത്തെ നമുക്ക് വവൽസിൻ്റെ എണ്ണം മാത്രം മതിയായിരുന്നു. ഇവിടെ നമുക്ക് എന്താ വേണ്ടുന്നത്, ഓരോ അക്ഷരം എത്ര വേണം. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഗുഡ് ആണെങ്കിൽ എന്ത് തരണം നമ്മൾ ഉത്തരം? ജി എത്ര ഉണ്ട്? 1 ജി. എത്ര ഒ ഉണ്ട്? 2 ഒ. എത്ര ഡി ഉണ്ട്? ഒരു ഡി. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ പിന്നെ നമ്മൾ പ്രോജക്റ്റിൽ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. എന്താണ്, ഒരു ഏതെങ്കിലും നോവൽ വായിച്ചു നോക്കാൻ, അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ക്യാരക്ടർ ഏതാണ്, ആൽഫബറ്റ് ഏതാണ്, അതിനെ പറ്റിയിട്ടൊക്കെ ആൾക്കാർ ഗവേഷണമൊക്കെ ചെയ്തിട്ടുണ്ട്. അത് രസമായിരിക്കും. അതിൻ്റെ റിസൾട്ട് ഇ ആണെന്ന് തോന്നുന്നു. നമുക്കത് നോക്കാം. പിന്നെ ഈ ക്വസ്റ്റ്യന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. വേർഡ് കൗണ്ടർ എൻ്റെ ക്വസ്റ്റ്യൻ വായിക്കട്ടെ. റൈറ്റ് എ സ്ക്രിപ്റ്റ് വിച്ച് വിൽ റീഡ് എ സ്ട്രിങ് ആൻഡ് ഡിസ്പ്ലേ ദ കൗണ്ട് ഓഫ് ഓൾ വേർഡ്സ് പ്രസൻറ്റ് ഇൻ ദ സ്ട്രിങ്. ഇപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്താലുള്ള സാമ്പിൾ ഔട്ട്പുട്ട് എന്തായിരിക്കണം? നിങ്ങൾ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നാണ് കൊടുത്തതെങ്കിൽ ഇതിൽ 2 ട്വിങ്കിളുണ്ട്, പിന്നെ ലിറ്റിലുണ്ട്, പിന്നെ സ്റ്റാറുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുതരാം. ഒരു സ്ട്രിങ് മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. str1.split എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിച്ച കാര്യങ്ങൾ എളുപ്പമാവും. ഹിൻറ്റ്. അപ്പം സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും? ഒരു സ്ട്രിങ്ങിനെ ലിസ്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ പ്രോമിസ് ചെയ്ത കാര്യത്തിലേക്ക് പോവാം, എങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് പോസ് ചെയ്തതായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പല കാര്യങ്ങളും നോക്കാൻ വേണ്ടി ഗൂഗിൾ ഉപയോഗിച്ചാൽ പലതിനും റിസൾട്ട് കിട്ടും. അപ്പോൾ ഗൂഗിൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഗൂഗിളിൽ എല്ലാവരും google.com എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് കൊടുക്കാൻ. സെർച്ച് എന്ത് കൊടുക്കുന്നു? നമ്മളിങ്ങനെ കൊടുത്തു, ഡിക്ഷണറി മെത്തേഡ്സ് ഇൻ പൈത്തൺ എന്ന് കൊടുത്തു. ഡിക്ഷണറി മെത്തേഡ്സിനെ പറ്റി നമുക്ക് പല മെത്തേഡ്സിനെ പറ്റി അറിയാം. പൊതുവേ ആദ്യം വരുന്നത് തന്നെ നല്ലതായിരിക്കും. ഗൂഗിളിന് അത് AI ബേസ്ഡ് ആയിട്ടുള്ള അൽഗോരിതംസ് ഒക്കെയാണ്. അത് വെച്ച് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നമുക്ക് അനുയോജ്യമായ ഉത്തരമായിരിക്കും ആദ്യം വരുന്നത്. ചിലപ്പോൾ രണ്ടാമതായിരിക്കും. പിന്നെ കുറേ നമ്മളെ പ്രിഫറൻസ് ഉണ്ട്. അങ്ങനെ കൊടുത്തപ്പം ഡിക്ഷണറി മെത്തേഡ്സ് എല്ലാം ഇതാ വന്നിരിക്കുന്നു. ക്ലിയർ നമ്മൾ പഠിച്ചതാണ്. റിമൂവ്സ് ഓൾ ദി എലിമെൻറ്റ്സ് ഫ്രം ദ ഡിക്ഷണറി. കോപ്പിയൊന്നും ഞാൻ പറഞ്ഞില്ല. ഗെറ്റ് പറഞ്ഞു. റിട്ടേൺസ് ദ വാല്യൂ ഓഫ് ദി സ്പെസിഫൈഡ് കീ. റിട്ടേൺസ് എ ലിസ്റ്റ് കണ്ടെയ്നിങ് എ ടുപ്പിൾ ഫോർ ഈച്ച് കീ വാല്യൂ പെയർ. കീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺസ് എ ലിസ്റ്റ് കണ്ടെയ്നിങ് ദ ഡിക്ഷണറി കീസ്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം പറയുന്നുണ്ട്. എനിക്കെന്തോ ഇഷ്ടം ഈ ഗീക്സ് ഫോർ ഗീക്സിൻ്റെ ഇതിൽ രണ്ടാമത്തെ സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നു. ഗീക്സ് ഫോർ ഗീക്സ്. ഇത് ഈ സൈറ്റ് എന്തോ എനിക്ക് ഇഷ്ടമുണ്ട്. നമ്മൾ ഓരോ പേഴ്സണൽ ചോയ്സും ഉണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലത് ഇഷ്ടമുണ്ടാവും. അപ്പോൾ അവിടെ തന്നെ പോവാം. ക്ലിയർ റിമൂവ്സ് ഓൾ ഐറ്റംസ് ഫ്രം ദ ഡിക്ഷണറി. പിന്നെ എന്താണ്? ഐറ്റംസ് റിട്ടേൺ ദ ലിസ്റ്റ് ഫ്രം വിത്ത് ഓൾ ഡിക്ഷണറി കീസ് വിത്ത് വാല്യൂസ്. റിട്ടേൺസ് എ വ്യൂ ഒബ്ജക്റ്റ് ദറ്റ് വിൽ ഡിസ്പ്ലേ എ ലിസ്റ്റ് ഓഫ് ഓൾ ദ കീസ് ഇൻ ദ ഡിക്ഷണറി. അപ്പോൾ അങ്ങനെ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി കൂടുതലും അറിയാൻ പറ്റും. എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ പറയുന്നത് കീ മെത്തേഡ് ഇൻ പൈത്തൺ ഡിക്ഷണറി റിട്ടേൺസ് എ വ്യൂ ഒബ്ജക്റ്റ് ദറ്റ് ഡിസ്പ്ലേസ് എ ലിസ്റ്റ് ഓഫ് ഓൾ ദ കീസ് ഇൻ ദ ഡിക്ഷണറി ഇൻ ഓർഡർ ഓഫ് ഇൻസേർഷൻ യൂസിങ് പൈത്തൺ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പരസ്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് ജീവിക്കണമല്ലോ. അപ്പോൾ ഇത് കീ ആണ്, ഇത് വാല്യൂ ആണ്. അവർ എക്സാമ്പിളിലുള്ള കീ വാല്യൂ. അപ്പോൾ പ്രിൻറ്റ് ഡിക്ഷണറി 1.keys എന്ന് പറയുമ്പോൾ ABC എന്ന് പറഞ്ഞ് വരും. അതിവിടെ തന്നെ റൺ ചെയ്ത് നോക്കാനൊക്കെ പറ്റും. ഞാനത് കൂടുതൽ പറഞ്ഞ് ഇതാക്കുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുക. പിന്നെ ഒരു പ്രോബ്ലം പറയുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്പ്ലിറ്റ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഗീക്സ് ഫോർ ഗീക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇത് വളരെ പൈത്തൺ സ്ട്രിങ് സ്പ്ലിറ്റ് ഞാനിവിടെ കൊടുത്ത എന്താണ്? സ്ട്രിങ് മെത്തേഡ് ഇൻ പൈത്തൺ സ്പ്ലിറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വന്നു. അപ്പോൾ ഇതാ ഗീക്സ് ഫോർ ഗീക്സ് ടെക്സ്റ്റ് ആണ് ഈ സ്ട്രിങ്.
ഡോട്ട് സ്പ്ലിറ്റ്, ഇവിടെ ഒന്നും ആർഗ്യുമെൻ്റ് ഒന്നും കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ വരും. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക, ഗൂഗിൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ നമ്മളിപ്പം ഏകദേശം അവസാനമായി കോഴ്സിൻ്റെ. ഈ തന്നിരിക്കുന്ന എക്സസൈസ് പൂർണ്ണമായിട്ടും സിൻസിയറായിട്ടും ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.